Good morning, dear children. You are welcome once again to the English corner of our sixth standard. Last class, we were dealing with a very interesting story written by Vaikam Muhammad Bashir, the rightful inheritors of the earth. In Malayalam, we can say Bhumiyude Avakashikar. You know that Vaikam Muhammad Bashir is one of the well-known writer in Malayalam. He has written a lot of short stories and novels, and among them some of the important novels that you may have read from our school library. We have a lot of books written by Vaikam Muhammad Bashir. ജന്മദിനം എൻ്റെ പൂപ്പാക്കരാനുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, പ്രേമലേഖനം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മലയാളത്തിൽ ഒരുപാട് കഥകൾ എഴുതിയ ദി ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 81 we have entered in the last class. You had better leave my 2-acre land at once, I said. So there a cobra appeared, ഒരു മൂർഖൻ പാമ്പ്. And I stood before him dignified, majestic, its hood spread out. It stood, അല്ലേ, അതിൻ്റെ ആ പാമ്പിൻ്റെ പത്തിയൊക്കെ വിടർത്തി അതവിടെ നിന്ന്. Did it know that I was the new owner? അതിനറിയില്ലേ ഞാനിത് ഈ 2 ഏക്കർ സ്ഥലം ഞാൻ വാങ്ങിയതാണെന്ന് അതിനറിയില്ലേ? You had better leave my 2-acre land at once. Please go at once, suddenly, I said. But then, where could it go? പക്ഷെ എവിടെ പോകും അത്? Hadn't the whole earth had been taken over by man bit by bit? അല്ലേ, you look your neighbor's house and all the places around you. നിങ്ങളുടെ ചുറ്റുപാടുള്ള മുഴുവൻ സ്ഥലങ്ങളും ഒരാളുടേതല്ലെങ്കിൽ ഒരാളുടേതാണ്. പിന്നെ ഈ ഭൂമിയിലെ മറ്റൊരു ജീവിയായ കോബ്ര, എലി, റാറ്റ്സ് ആൻഡ് അതർ സ്പീഷീസ്, വേർ ഡു ദേ ഗോ? എല്ലാവരും ആട്ടി ഓടിച്ച പിന്നെ ഇവർക്ക് പോകാൻ സ്ഥലം എവിടെ? I thought about. Okay, let us read the remaining parts. Very interesting. May please turn over to page number 82. Take page number 82 of your textbook. Okay, my wife said, the jackfruit has ripened. Jackfruit. You know what is jackfruit? Chakka. Squirrels and crows are feasting on it. Ducking. അല്ലേ, അതാണ് പ്രയോഗം. My wife said. നമ്മുടെ ഈ ചക്ക പഴുത്തിട്ടുണ്ട്. And squirrels and crows are feasting on it. സ്ക്യുറലും ക്രൗസും ഒക്കെ വന്നിട്ട് ഒരു നന്നായിട്ട് സദ്യ ഉണ്ട് അവിടെ ഇരുന്നിട്ട്. The guavas, what is guavas and mangoes, birds and bats are eating up everything. നിങ്ങൾ ഇവിടെ കുത്തിരുന്നോളി, നിങ്ങളെ 2 ഏക്കറാന്ന് പറഞ്ഞങ്ങനെ ഞെളിഞ്ഞിരുന്നോളി. guavas, പേരക്ക and mangoes are birds and bats are eating up. Bats, you know what is bats? BAT, bat. നിങ്ങൾക്ക് പരിചയമുള്ളൊരു ബാറ്റ് ഉണ്ട്, ക്രിക്കറ്റ് ബാറ്റ്. അതുപോലെ ഷട്ടിൽ ബാറ്റ്, അതല്ല, ഷട്ടിൽ റാക്കറ്റ് എന്നാ പറയാ ഇവിടെ, ബാറ്റ്. എനിവേ, ബോൾ ബാഡ്മിന്റൺ എന്നൊക്കെ കിട്ടില്ല. അപ്പൊ ബാറ്റ്, ആ ബാറ്റ് അല്ല ഈ ബാറ്റ് ഒരു ജീവിയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കറുത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന. യെസ്, വാട്ട്സ് ദ നെയിം ഇൻ മലയാളം? വാട്ട്സ് ദ നെയിം ഇൻ മലയാളം? ഓ, ഐ ഫോർഗോട്ട് ഇറ്റ്. ബാറ്റ്സ്, കറുത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ല. I will tell you. Okay, bats are eating up everything. ആ ബാറ്റ്സ് വന്നിട്ട് ഇത് കംപ്ലീറ്റ് തിന്നാണ്. ബട്ട് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അവർ കഴിക്കട്ടെ, അവർ ഈ ഭൂമിയിൽ പെട്ട മറ്റുള്ള ജീവികളല്ലേ. ദാറ്റ്സ് എ ബ്യൂട്ടി, അതൊരു ഭംഗിയല്ലേ. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഫ്രൂട്ട്സ്, എഡിബിൾ റൂട്ട്സ്, തിന്നാൻ പറ്റുന്ന വേരുകൾ. വാട്ട്സ് ഇറ്റ്? കൻ യു സേ തിന്നാൻ പറ്റുന്ന വേര് ഏതാ? യെസ്, എഡിബിൾ റൂട്ട്സ്. റൂട്ട് എന്ന് പറഞ്ഞാൽ വേരുന്ന, എഡിബിൾ, കഴിക്കാൻ പറ്റുന്ന, ഭക്ഷിക്കാവുന്ന. ടാപ്പിയോക്ക, നമ്മളേറ്റവും അല്ലേ, ടാപ്പിയോക്ക, അതുപോലെ മധുരക്കിഴങ്ങ് അല്ലേ, കപ്പക്കിഴങ്ങ്, അതൊക്കെ നമുക്ക് തിന്നാൻ പറ്റാവുന്ന വേരുകളാണ്. ഓക്കെ, ഗ്രാസ്, we can eat a lot of type of grass and leaves.
അതുപോലെ ഗ്രെയിൻ, ധാന്യങ്ങൾ, ദറ്റ് യു നോ, ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ, വാട്ടർ, എയർ, വാംത്ത് ആൻഡ് ലൈറ്റ്. ഒരുപാട് ഈ പ്രപഞ്ചത്തിൽ കുറേ സംഗതികളുണ്ട്. നൗ അത് നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ചതല്ല. നൗ while we are the owners of this land, without a doubt the birds, beasts, reptiles and insects have the right to these things just as we have. നമ്മൾ ഈ ഭൂമിയുടെ അവകാശികളായതുപോലെ തന്നെ they have also the right. അവരും ഈ ഭൂമിയിൽപ്പെട്ട, without no doubt the birds, പക്ഷികൾ, beasts, animals, then reptiles, ഇഴജന്തുക്കൾ, and insects, പ്രാണികൾ, to have the right to these things. Understand? God has made them for all the creatures. മനുഷ്യർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒന്നല്ല. ഏറ്റവും ക്രൂരത മനുഷ്യൻ ചെയ്യുന്നത് മനുഷ്യർ, ദൈവത്തോട് ഉൾപ്പെടെ. ദൈവം ചെയ്യണ്ടെന്ന് പറഞ്ഞൊക്കെ ചെയ്യുന്ന ടീമാരാ? ഹ്യൂമൻ ബീയിങ്സ് അല്ലേ? എന്നാലോ പക്ഷികളോ മൃഗാദികളോ ഒരു വൃത്തികേടും ചെയ്യുന്നില്ല. അവരുടെ ജീവിതം ആസ്വദിക്കുന്നു. ദൈവത്തിന് വിരുദ്ധമായത്, ദൈവനിഷേധമായ ഒന്നും ചെയ്യുന്നില്ല. We had better remember that occasionally. ദൈവത്തിന്റെ സൃഷ്ടികളാണ് എല്ലാം. അത് നമ്മൾ ഇടക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ മളെ. Are you saying rats have the right as well? എലികൾക്കും അവകാശം ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? My wife asked, are you saying that rats have the right as well? They don't seem to think the humans have any. പക്ഷേ അവരുടെ ലക്ഷണം കണ്ടാൽ മനുഷ്യർക്ക് ഒരു അവകാശം ഇല്ല എന്നുള്ളതാണ് അവരുടെ പെരുമാറ്റം. They don't seem to think we humans have any. They go about as though the earth belongs to them. ഈ ഭൂമി മൊത്തം അവര് കാശെടുത്ത് വാങ്ങിയാണല്ലോ അവരുടെ യാത്ര, അവര് നടക്കുന്നത്. She said, so we go around killing them. അങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് കൊല്ലുന്നെ വേണം. How sad that we kill rats to let our own life undisturbed. ബഷീർ പറയാം, വൈക്കം മുഹമ്മദ് ബഷീർ. How sad, വല്ലാത്ത സങ്കടമാണ്. നമ്മുടെ ജീവിതത്തിന് തടസ്സമൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് മറ്റു ജീവികളെ കൊല്ലുക. What we need is new scientific living, a new way helps us to live without killing any living creature. What we need is a new scientific way of living. നമുക്കൊരു പുതിയ ശാസ്ത്രീയമായ ജീവിതമാണ് വേണ്ടത്. A new way that helps us to live without killing any living creature. ജീവനുള്ള ഒരു ജീവിയെയും കൊല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അതിനുള്ളൊരു ശാസ്ത്രീയ സംവിധാനമാണ് കണ്ടെത്തേണ്ടത്. Anyway, I had no taste for killing rats or anything else. എന്തൊക്കെയായാലും I don't like to kill any rats or any other living things. മറ്റു ജീവികളൊന്നും കൊല്ലാൻ എനിക്കിഷ്ടമല്ല. While there was so, however, I had to do something soon about our coconuts. While that was so, സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിൽ, however, I had to do something soon about our coconuts. നമ്മളെ ഈ കോക്കനട്ട്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും we needed them. They formed a part of daily food. കോക്കനട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെയിലി ഫുഡ്, നിത്യ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാണത്. ബട്ട് വാട്ട് കുഡ് ഐ ഡു? ഐ വണ്ടേർഡ്. ഞാൻ അത്ഭുതപ്പെട്ടു. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? While I was still wondering, my wife decided to think into her own hands one day. അപ്പോ ഈ നാളികേരത്തിന് വല്ലാതെ അറ്റാക്ക് ഉണ്ട്, ബാറ്റ്സിന്റെ. അപ്പോ ഈ what can I do, ഞാൻ അപ്പൊ എന്താ ചെയ്യാം? ബഷീർ സെഡ്. വൈഫ്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിനിടെ, I was still wondering what can I do, I was thinking about it at that time. My wife decided to think into her hands. അത് ഞാൻ ഏറ്റോളാം, ഭാര്യ പറഞ്ഞു. കാര്യങ്ങൾ അവൾ ഏറ്റെടുത്തു. She went shopping for 2 hours. She went outside, കടയിൽ പോയി ഷോപ്പിംഗ് നടത്തി. 2 hours, 2 മണിക്കൂർ. Then bought some many things, കുറെ സാധനങ്ങൾ വാങ്ങി. What was it? One was a large tin of rat poison. അതെന്തായിരുന്നു? rat poison, എലിവിഷം. അതിന്റെ വലിയൊരു ടിന്ന്. The poison was mixed with bananas, rice, tapioca. അതിലൊക്കെ കലർത്തി. ബനാന അല്ലേ, പഴത്തില് കലർത്തി. റൈസ്, ചോറിൽ. ടാപ്പിയോക്ക, അതുപോലെ ഈ കപ്പ, പുളക്കിഴങ്ങ് എന്ന് പറയില്ലേ നമ്മുടെ നാട്ടിൽ. ആൻഡ് ലെഫ്റ്റ് എവരിവെയർ ഇൻ ദ കോമ്പൗണ്ട്, പലയിടത്തായിട്ടിട്ടു. ഇൻ 4 days 5 hens, 12 squirrels, 200 rats and a cat disappeared. 4 ദിവസം കൊണ്ട് what happened? 5 hens, ഞങ്ങൾ വളർത്തിയുന്ന 4 കോഴികൾ. 12 squirrels, 10-12 അണ്ണാൻകുഞ്ഞുങ്ങൾ. 200 rats, 200 എലികൾ. ആൻഡ് എ കാറ്റ് ഡിസപ്പിയർഡ്, ഒരു പൂച്ചയും അപ്രത്യക്ഷമായി. എന്ന് വെച്ചാൽ അവരൊക്കെ ചത്തൊടുങ്ങി എന്നർത്ഥം.
But the tender coconuts went on falling. പക്ഷേ കോക്കനട്ട്സ്, ടെൻഡർ കോക്കനട്ട്, ഇളനീര്, അത് ചാടിക്കൊണ്ടേ വീണും കൊണ്ടേയിരുന്നു. ടെൻഡർ കോക്കനട്ട്സ് ഫാളിങ് ഓൺ. എവരി വൺ നൗ അക്യൂസ് ദ ഓൾസ്, മൂങ്ങകളായിരിക്കും കാരണം എന്ന് എല്ലാവരും പറഞ്ഞു. ദേ പെക്ക് അറ്റ് ദ ടെൻഡർ കോക്കനട്ട്സ്, അത് കൊത്തും, മൂങ്ങകൾ കടിച്ചതാക്കും. A few months later, however, the real culprits were found out, the bats. പിന്നെയല്ലേ യഥാർത്ഥ കൾപ്രിറ്റ്സ്, കൾപ്രിറ്റ്സ് മീൻസ് കുറ്റവാളികൾ. The real culprits were found. Who was it? The bats. Bats ആയിരുന്നു, ബാറ്റ്സ് ആയിരുന്നു യഥാർത്ഥ കൾപ്രിറ്റ്സ്. ആഫ്റ്റർ ഡസ്ക്, ഡസ്ക് മീൻസ് സായാഹ്നം, വൈകുന്നേരം, huge bats came in swarms. So what is happening? Huge bats, വലിയ ബാറ്റ്സ്. വവ്വാൽ, വവ്വാൽ, യെസ്, ദാറ്റ് വാസ് ഐ തിങ്കിങ് അബൌട്ട്. വവ്വാൽ കണ്ടിട്ടില്ല തൂങ്ങിക്കിടക്കുന്ന? യെസ്, അതിന്റെ പേരാ കിട്ടായിരുന്നു. ആഫ്റ്റർ ഡസ്ക്, വൈകുന്നേരം ആയവരെന്ത് ചെയ്യും? ബാറ്റ്സ്, ഹ്യൂജ് ബാറ്റ്സ് കംസ് ഇൻ സ്വാംസ്, കൂട്ടമായിട്ട് വരും. ആൻഡ് ഫ്ലൂ സ്ട്രൈറ്റ് ടു ദ പാംസ്, അവർ നേരെ കോക്കനട്ട് പാംസ്, തെങ്ങമ്മ കയറും, തെങ്ങമ്മ പോയിരിക്കും. വേർ ദ ടെൻഡർ കോക്കനട്ട്സ് ഹാങ്, അവിടെ ഇളനീരുണ്ടാവും, അതിന്റെ മുകളിൽ ഒന്നായിട്ട് വന്നിരിക്കും. ദേ gnawed means കരണ്ട് തിന്നാൻ, into them from the softest side of the top. ടോപ്പിൽ കുറച്ച് സോഫ്റ്റ് ആയ ഭാഗം ഉണ്ടാവുമല്ലോ ഇളനീരിന്, അവിടെ കരണ്ട് തിന്നും. എന്നിട്ടോ when they had cut through the kernel, അതിന്റെ ആ പരിപ്പൊക്കെ കടിച്ചു മുറിച്ചു കഴിഞ്ഞാൽ they sucked out the sweet nourishing water stored inside and flew away satisfied. So what are they doing? അവർ കരണ്ട് തിന്നും. ഗ്നോഡ് വാക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇഫ് യു ഡോണ്ട് നോ മീനിങ് ഒക്കെ എഴുതണം കേട്ടോ. ഗ്നോഡ്, കരണ്ട് തിന്നാൻ. ഇൻ ടു ദം ഫ്രം ദ സോഫ്റ്റസ്റ്റ് സൈഡ്സ് ഓൺ അറ്റ് ദ ടോപ്പ്, ടോപ്പിലുള്ള സോഫ്റ്റ് സാധനം കടിച്ച് വലിച്ചു ഇതാക്കും. ദെൻ ദേ സക്കിൾ ഔട്ട്, വലിച്ചു കുടിക്കാം. ദ സ്വീറ്റ് നറീഷിംഗ് വാട്ടർ, ഇളനീര് വെള്ളം. ആൻഡ് സ്റ്റോർഡ് ഇൻസൈഡ് ദം ആൻഡ് ഫ്ലൂ അവേ, എന്നിട്ട് അവർ പറന്നു പോകും. സാറ്റിസ്ഫൈഡ്, വെരി ഹാപ്പിലി. ലെറ്റ് us buy a gun, said my wife. നമുക്ക് ഒരു തോക്ക് വാങ്ങണം. We can shoot the bats, the foxes and the polecats with it. അങ്ങനെയാണെങ്കിലോ we can shoot the bats, ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ ബാറ്റ്സ്, വവ്വാലിനെയും, the foxes കുറുക്കന്മാരെയും, and the polecats. what is polecats? വെരുക്, മെരുക് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, വെരുക് തരം, with it, അതുകൊണ്ടൊക്കെ നമുക്ക് തോക്ക് തൊട്ട് കൊല്ലാം. Not me, I said. No, വേണ്ട. Guns should never have been invented. വേണ്ടിയിരുന്നില്ല, ഈ തോക്ക് എന്നുള്ള സാധനം കണ്ടുപിടിച്ചതിന്റെ തെറ്റായി. But alas, a few days later, my wife's cousin turned up. പക്ഷെ എന്ത് ചെയ്യാൻ കഷ്ടം. My wife's cousin turned up, arrived. Turned up means arrived. My wife's cousin came. My wife's cousin turned up with a grim looking gun. ഒരു ഗ്രീം കളറുള്ള, ഒരു വളരെ കുറച്ച് നരച്ച കളറുള്ള ഒരു ഗണ്ണുമായിട്ട്. He said, nearly 3,000 coconuts are destroyed every day. ഇവിടെ 13,000 തേങ്ങ ഒരു ദിവസം നശിപ്പിക്കുന്നത്. Destroyed every day. These bats are the pests. കീടങ്ങളാണ് ഈ bats. Pest എന്ന് പറഞ്ഞ കീടം ഇവിടെ. Okay. These bats are the pest. But there is no point in shooting bats down at this spot. But there is no point. പക്ഷെ ഒരു കാര്യമല്ല, ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഡൗൺ അറ്റ് ദിസ് സ്പോട്ട്, ഓൺ എ ലിറ്റിൽ ഐസ്ലെറ്റ്, ഓൺ എ ലിറ്റിൽ ഐലറ്റ്, ഐസ്ലെറ്റ്, കുറച്ചപ്പുറത്ത് ഒരു ദ്വീപ് പോലെ, ഐലൻഡ്, ഐസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് പോലെ, ചെറിയ ഇതിനാണ് വെച്ചാൽ ഒരു വെള്ളക്കെട്ടൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലമുണ്ട്, ഐസ്ലെറ്റ്. സ്റ്റാൻഡ്സ് an old temple, and there is an old temple next to grow a pair of banyan trees. Next to the temple, ടെമ്പിളിന്റെ തൊട്ടടുത്തായിട്ട് there is a banyan trees. You know what is banyan tree? Banyan trees, ആൽമരം. അവിടെ രണ്ട് ഒരു പെയർ ബനിയൻ, വലിയ ഇതായിരിക്കുമല്ലോ ആൽമരം. ആൽമരത്തിലെ സാധാരണ വവ്വാലുകൾ ഉണ്ടാവാറ്. You can see at least 3,000 bats hanging on the twigs of the banyan tree. I am going to kill them all. നിങ്ങൾക്ക് നോക്കിയാൽ ഒരു 13,000 എണ്ണമൊക്കെ കാണാം, അങ്ങനെ ഒന്നായിട്ട് തൂങ്ങിക്കിടക്കുന്നത്. Let us go, and I am going to kill them all. ഒറ്റൊന്നിനല്ലാതെ കൊല്ലണം. I prayed fervently with a strong feeling. ബഷീർ ബൈക്കം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. ഓ ബാറ്റ്സ്, ബാറ്റ്സ്, സേവ് യുവർ ലൈഫ്. വവ്വാലുകളെ, നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചോളൂ. വൈഫും കസിനും വരുന്നുണ്ട് തോക്കുമായിട്ട്, നിങ്ങൾ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടോളൂ. I prayed. It was astonishing. It was a miracle.
The bats were saved. വളരെ അത്ഭുതകരമായിരുന്നു. Miracle. It was a miracle. The bats were saved. ബാറ്റ്സിനെ സേവ് ചെയ്തു. My wife and her cousin came back. My wife and her cousin came back in about 2 hours. വൈഫും അവളുടെ കസിനും 2 മണിക്കൂറിനകം തിരിച്ചു വന്നു. Looking really scared, never feared. ആകെ പേടിച്ചു പറച്ചായിരുന്നു. My wife said, we just managed to escape narrowly. കഷ്ടിച്ച് രക്ഷപ്പെട്ടതായിക്ക. We just escape. Managed to escape narrowly. There are some houses around the temple. അമ്പലത്തിന് ചുറ്റും കുറെ വീടുകളുണ്ട്. When we arrived at the place, 100 people with weapons surround us within minutes. മിനിറ്റുകളെ കൊണ്ട് ഒരു 100 ആൾ അവിടെ കൂടി. 100 people with weapons, and they are coming with weapons. കോടാലി മടാളും കൈക്കോട്ടും കത്തിയും പിച്ചാത്തിയൊക്കെ പാടെടുത്തിട്ട് they came, arrived the people. They looked menacing. അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. If we shot at the bats, they said, they would kill us. നിങ്ങളെങ്ങാനും if you shot at the bats, ഈ വവ്വാലിനെ നിങ്ങൾ വെടിവെച്ചാൽ we will kill you. ജീവനോട് അവിടുന്ന് പോകൂല. We will kill you. Do you know why? ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കണോ? എന്താ അങ്ങനെ പറഞ്ഞത്? They believe that bats are the souls of their ancestors. Bats എന്ന് പറഞ്ഞത് bats അല്ല, they are souls. Souls എന്ന് പറഞ്ഞാൽ ആത്മാവുകളാണെന്ന് അവരുടെ വിശ്വാസം. They believe that they are the souls of their ancestors. അവരിന്ന് മരിച്ചുപോയുടെ ആത്മാക്കള് ബാറ്റ്സ് ആയി വന്നിട്ട് ആലുമ തൂങ്ങി കിടക്കുകയാണ്. സോറി, ആൻസിസ്റ്റർ എന്താണ് സോൾ ആയി വന്ന് ആത്മാവായിട്ട് വന്നിട്ട് ബാറ്റ്സിന്റെ രൂപത്തിൽ ആത്മാവായി വന്നിട്ട് അലുമ തൂങ്ങി കിടക്കുകയാണ്. അപ്പൊ അവരെ കൊല്ലാൻ പാടില്ല. I took a decision then. ഞാൻ പിന്നെ തീരുമാനിച്ചു. I said firmly, bats are no ancestors of ours. നമുക്കറിയാം ബാറ്റ്സ് എന്നുള്ളത് നമ്മുടെ ആത്മാക്കൾ ഒന്നും അല്ല. But they are among God's countless creations. അവരും നമ്മെപ്പോലെ കൗണ്ട്ലെസ് എണ്ണമറ്റ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒരു വിഭാഗമാണ്. Let the coconuts be destroyed. തിന്നട്ടെ. Let the coconuts be destroyed. കോക്കനട്ടുകൾ നശിപ്പിക്കപ്പെടട്ടെ. That doesn't matter. അത് കാര്യാക്കണ്ട. Let us be satisfied with what is left after they have taken their share. അവരുടെ ഭാഗം എന്താച്ചെടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. They certainly have a right to the coconuts. ഈ കോക്കനട്ട്സിന്റെ ഈ ഇളനീരിന് അവർക്കും അവകാശമുണ്ട്. Certainly they have the rights. All living beings are the rightful inheritors of the earth. All living beings, ഈ ഭൂമിയിലെ മുഴുവൻ ജീവികളും അവരാണ് the rightful inheritors of the earth. ഭൂമിയുടെ അവകാശികൾ. Did you remember the title? The rightful inheritors of the earth. So can you think so? നിങ്ങളെ വീട്ടിലെ മാമ്പഴോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിനകത്തെ അവിടെ ഉണ്ടാകുന്ന സപ്പോട്ട, ചിലർക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും, ചിലർക്ക് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരിക്കും, ചിലർക്ക് ചക്ക ഉണ്ടായിരിക്കും. Some of them may have jackfruit, some of them may have mangoes, some of them may have ജുവാഫ്, പേരൊക്കെ ഉണ്ടാവും അല്ലേ? ഇതൊക്കെ ഏതെങ്കിലും പക്ഷികളോ മൃഗാദികളോ ഒക്കെ വന്ന് തിന്നുകയാണെങ്കിൽ will you think just like Bashir has thought? What about you? ചിന്തിക്കുക. അത് അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഈ ഭൂമി എല്ലാവരും ഇങ്ങനെ വീതം വെച്ചെടുത്തതാണ്. 1 സെന്റ്, 5 സെന്റ്, 10 സെന്റ്, അരേക്കറോ ഒരേക്കറോ. അത് കഴിഞ്ഞപ്പോ ഭൂമി ഇവിടെ ഈ പക്ഷികൾക്കും മൃഗാദികൾക്കും ഓരോന്നും ഇങ്ങോട്ട് കടക്കാനായിക്കൂല എന്ന് പറഞ്ഞപ്പോ വിറ്റെടുക്കൂ. Can you think so? അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? അവർക്കുള്ള ചക്കയും മാങ്ങയും ഒക്കെ അവരെടുത്തോട്ടെ, നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയതാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും actually those things belongs to them also. അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. Can you think in the way Bashir has thought? ബഷീർ ചിന്തിച്ചതുപോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? That's the question. Okay, so now let us write the remaining questions and answers. We have already written 5 questions from 6, 7, 8, 9, 10, 11. We have 11 questions. So that 6 questions and answers are to be written in your notebook. What is 6th question? Why did God create a variety of things in the universe? എന്തിനാ ലോകത്ത് ഒരുപാട് സാധനങ്ങൾ ദൈവം ഉണ്ടാക്കിയത്? 6th question. For the use of all the creatures in this universe. അതാണ് എൻ്റെ ഉത്തരം.
for the use of the creatures in this universe. ഈ പ്രപഞ്ചത്തിലെ പലജാതി ജീവികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7, why did the author think of a scientific way of living? ഒരു ശാസ്ത്രീയ രീതിയിലുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹിക്കാൻ. The author wanted, ഇങ്ങനത്തതാണ് ഏത് രീതി? The author wanted to live without killing any creatures. ഒരു ജീവിയെയും കൊല്ലാതെ ജീവിക്കാൻ വേണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. So he thought about a scientific way. Next, who were destroying the coconuts? Coconut ആരാണ് സ്പീക്കുന്നത്? യെസ്, ആരാ? ആക്ച്വൽ കൾപ്രിറ്റ്സ്, യഥാർത്ഥ കുറ്റവാളികൾ ആരായിരുന്നു? ദി ബാഡ്സ്. ഓക്കെ. ദ ഗൺ ഈസ് എ സിമ്പിൾ ഓഫ് ക്രൂവൽറ്റി. വാട്ട് ഡസ് ദ ഓഥർ സേ അബൌട്ട് ഗൺസ്? തോക്ക് എന്നൊരു ക്രൂരതയുള്ള പ്രതീകമാണ്. എന്താണ് അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നത്? ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെന്റഡ്. മുപ്പര് പറഞ്ഞ എന്താ? ഒരിക്കലും കണ്ടുപിടിക്കരുതായിരുന്നു. ദാറ്റ്സ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10, where were the bats found in large numbers? ഈ ബാറ്റ്സ്, ഈ again I forgot that. വവ്വാലുകൾ ധാരാളം എവിടെ കണ്ടത്? A pair of banyan tree near the temple, near an old temple. അല്ലെ, ഒരു ജോഡി ബനിയൻ ട്രീസ് ഉണ്ടായിരുന്നു നിയർ ദ ടെമ്പിൾ ഓൺ എ ലിറ്റിൽ ഐലൻഡ് നിയർ ബൈ. തൊട്ടടുത്തുള്ള ഒരു ഐലൻഡിൽ there was a temple, and near the temple there was 2 banyan trees, and in that banyan tree there were a lot of bats. Now, why the last question number 11, why did the people not allow them to kill the bats? എന്താ നാട്ടുകാർ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ they did not allow ബാറ്റ്സിനെ കൊല്ലാൻ സമ്മതിക്കാതെ? They believe that the bats were the souls of their ancestors. അവരുടെ മുൻഗാമികൾ, അവരിന്ന് മരിച്ചുപോയ, ancestors means മുൻഗാമികൾ. So those who have died before, അവരുടെ സോൾസ്, ആത്മാക്കളാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. So they did not allow them. Okay, let us stop here. So as a part of your homework, you should write the meanings of the different words. നിങ്ങൾക്ക് അറിയാത്ത മുഴുവൻ വാക്കുകളും നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. And below that, അതിനുശേഷം you write the questions from 6, 7, 8, 9, 10 and 11. 6 questions. Take a picture and send it to me today itself. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും എഴുതി അയക്കണം. Okay, thank you. I will call you next Monday, those who are നെക്സ്റ്റ് സൺഡേ, അടുത്ത ഞായറാഴ്ച എല്ലാവരും വിളിക്കും. ഇത് അയക്കാൻ ബാക്കിയുള്ളവർ ഇതിനു മുമ്പുള്ള മുഴുവൻ ക്ലാസ്സുകളെയും അയക്കുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.